നമസ്കാരം. ഞാൻ ഇന്ന് ഒരു പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. കുറേ ക്ലയൻസുകൾക്ക് എപ്പോഴും ഒരു സംശയമാണ്, ഒരു പുരയിടം വാങ്ങുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. പലർക്കും അറിയാറില്ല. പലരും നമ്മുടെ മുന്നിൽ വരുമ്പോഴത്തേക്ക് പ്രോപ്പർട്ടി വാങ്ങി അത് എഴുതിയതിന് ശേഷമൊക്കെ ആയിരിക്കും ഡിസൈൻ ചെയ്യാനായിട്ട് വരുന്നത്. അതിന് ശേഷമായിരിക്കും അറിയുന്നത് അതിലെന്തൊക്കെ പോരായ്മകളുണ്ടെന്നും അതുകൊണ്ട് എന്തൊക്കെ കോസ്റ്റ് നമുക്ക് കൂടുതലാവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പലർക്കും അറിയാറില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രോപ്പർട്ടി വാങ്ങാൻ പോകുന്നതിന് മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇന്നൊന്ന് പറഞ്ഞുതരാം. അതിലൊന്ന്, നമ്മളൊരു പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട എന്താണ്, അതിൻ്റെ റോഡ് ആക്സസ് ആണ്. ആ റോഡ് പ്രോപ്പറായിട്ട് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നുണ്ടോ, റോഡിൽ നിന്നും എത്ര ഉയർന്നു നിൽക്കുന്നു, എത്ര താഴ്ന്നു നിൽക്കുന്നു, അത് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. നമ്പർ 2 എന്ന് പറയുന്നത്, നമ്മുടെ പ്ലോട്ട് നിൽക്കുന്നതിൻ്റെ അടുത്തുള്ള പ്ലോട്ടുകൾ അതിനേക്കാളും എത്ര പൊങ്ങിയിട്ടാണ്, എത്ര താഴ്ന്നിട്ടാണ്. താഴ്ന്നാലും പ്രശ്നമാണ്, പൊങ്ങിയാലും പ്രശ്നം. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ ആദ്യമേ തന്നെ നോട്ട് ചെയ്യണം. ഇതിന് എല്ലാത്തിനും ഉപരി നമ്മളവിടെ കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ, ഇപ്പം നമ്മളൊരു വീട് വെക്കാനാണ് ഒരു പ്ലോട്ട് വാങ്ങിയെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു വീട് വെക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന അഡീഷണൽ കോസ്റ്റുകൾ, ഇപ്പോൾ റോക്ക് വർക്ക് ഫൗണ്ടേഷൻ ചെയ്യാം, പില്ലർ ഫൗണ്ടേഷൻ ചെയ്യാം. അപ്പോൾ എപ്പോഴും റോക്ക് വർക്ക് ചെയ്യുന്നതിനേക്കാളും എക്സ്പെൻസ് കൂടുതലായിരിക്കും പില്ലർ ഫൗണ്ടേഷൻ ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള എക്സ്ട്രാ കോസ്റ്റുകൾ, റീറ്റെയിനിങ് വാൾ ചെയ്യേണ്ടി വരുമോ, അപ്പുറത്തുള്ള മണ്ണ് നമ്മുടെ കാലം പൊങ്ങി നിൽക്കുകയോ അല്ലെങ്കിൽ ഒരുപാട് താഴ്ന്നു നിൽക്കുകയോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ മണ്ണിനെ റീറ്റെയിൻ ചെയ്യേണ്ടി വരും. അപ്പോൾ റീറ്റെയിനിങ് വാളിൻ്റെ കോസ്റ്റ്, ആ റോഡിൽ നിന്നും പൊങ്ങിയിരിക്കുകയാണോ താഴ്ന്നിരിക്കുകയാണെങ്കിൽ നമ്മൾ പൊക്കി എടുക്കേണ്ടി വരുന്ന കോസ്റ്റ്, അതിന് ചുറ്റും മതിൽ ചെയ്യേണ്ട കോസ്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ആദ്യമേ നോക്കണം. അപ്പോൾ എപ്പോഴായാലും നിങ്ങളൊരു പ്ലോട്ട് വാങ്ങാനായി പോകുന്നതിന് തൊട്ട് മുന്നേ അല്ലെങ്കിൽ അഡ്വാൻസ് ചെയ്യുന്നതിന് മുന്നേ കറക്റ്റായിട്ടുള്ള ഒരു എൻജിനീയറിനെ ഇവിടെ കൊണ്ടുപോയി സൈറ്റ് വിസിറ്റ് ചെയ്യിക്കുക. അവർക്ക് വേണ്ട ഒരു ഫീസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. അത് കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് ലാഭമായിരിക്കും. കാരണം ആ ഒരു ചെറിയ ഫീസിൽ നിങ്ങൾക്ക് വലിയ നഷ്ടങ്ങൾ ഒഴിവാകും. നല്ലൊരു എമൗണ്ട് ചിലപ്പോൾ നമുക്ക് പ്ലോട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ പില്ലർ അടിക്കുകയോ റീറ്റെയിൻ വാൾ ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിന് പിന്നെ നമ്മൾ വീണ്ടും മണ്ണ് ഫില്ല് ചെയ്യണം. ഒരു ലോഡ് റെഡ് എർത്ത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങണമെങ്കിൽ ഇന്ന് 2500 രൂപ വിലയുണ്ട്. അങ്ങനെ 50 ലോഡ് നമ്മൾ അടിക്കേണ്ടി വന്നാൽ 1 ലക്ഷം രൂപ അതിന് കോസ്റ്റായി. റീറ്റെയിൻ വാൾ ചെയ്യേണ്ടി വന്നാൽ അതിൻ്റെ കോസ്റ്റായി. ഇങ്ങനെയുള്ള കോസ്റ്റുകളെല്ലാം കൂടി ആദ്യമേ വിലയിരുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളൊരു 5 സെൻറ്റാണ് വാങ്ങുന്നതെങ്കിൽ 50,000 മുതൽ 1 ലക്ഷം രൂപ വരെ നമുക്ക് ഒരു സെൻറ്റിന് ഇവിടെ വീണ്ടും ആവും. ആ സിറ്റുവേഷനിൽ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു പ്ലോട്ട് നോക്കാൻ കഴിയും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഒരുപാട് പേരുടെ ഡൗട്ടാണിത്. നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടുവെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മൾ ഫോളോയും ചെയ്യുക. ഇതുപോലെയുള്ള ടിപ്സുകൾ ഞാൻ ഇനിയും തരുന്നതായിരിക്കും. പ്ലോട്ട് വാങ്ങുന്നതിന് മുമ്പ് ഉറപ്പായിട്ടും കറക്റ്റായിട്ടുള്ളൊരു എൻജിനീയറിനെ സൈറ്റ് വിസിറ്റ് ചെയ്യാൻ മറക്കരുത്.